ഞങ്ങൾക്കൊരിക്കലും ക്ഷീണമില്ല. കാരണം ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് അന്നും ഇന്നും ഒരു നിലപാട് സ്വീകരിച്ച പാർട്ടി കോൺഗ്രസ് അല്ലേ. ഇനി ഒരു നിയമനിർമ്മാണം നടത്താൻ ഞങ്ങൾക്ക് കേരളത്തിലും കേന്ദ്രത്തിലും ഞങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താ, ഞങ്ങൾ ഭക്തർക്കൊപ്പം നിന്നു, വിശ്വാസികളോടൊപ്പം നിന്നു. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞങ്ങളുടെ പേരിലൊക്കെ കേസുണ്ട്. മരിച്ച ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പോലും കേസുണ്ട് ഇപ്പോഴും. അപ്പം ഞങ്ങളുടെ നിലപാട് മാറിയിട്ടില്ല. നേരെ മറിച്ച് SNDP നിലപാട് മാറ്റി. അവരാദ്യം യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. അന്നത്തെ വനിതാ മതിലിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലേക്ക് കയറ്റിയപ്പോൾ SNDPയിലെ വലിയൊരു വിഭാഗം വിശ്വാസികൾ അതിനെതിരായി ശക്തമായ രംഗത്ത് വന്നപ്പോഴാണ് SNDP നിലപാട് മാറ്റിയത്. NSS ആദ്യം സർക്കാരിനെതിരായിരുന്നു, ഇപ്പോൾ സർക്കാരിൻ്റെ കൂടെയാണ്. ഞങ്ങൾക്ക് അന്ന് ഇന്നുവരെ നിലപാടുള്ളൂ. ഞങ്ങൾ അന്നും വിശ്വാസികളോടൊപ്പമാണ്, ഇന്നും വിശ്വാസികളോടൊപ്പമാണ്. ആ വിശ്വാസികളെ വഞ്ചിച്ച പിണറായിയുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കുണ്ടാവില്ല. അദ്ദേഹം പങ്കെടുക്കുന്ന ഇതുപോലത്തെ കപട സംഗമങ്ങൾ ഞങ്ങൾ ഭാവിയിലും അതിനോട് സഹകരിക്കില്ല. അതിൻ്റെ പേരിൽ എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി